ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ നമുക്ക് സുഖമാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണ്. പിന്നെ അൻവർക്ക ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ കുറേ കാലത്തിന് ശേഷം ഫ്രണ്ട്സ് വിളിച്ചപ്പോൾ അവരാരൊക്കെയോ ഗൾഫിൽ പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പോകുന്നതിന് മുന്നേ ഒന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആളുകൾ പോയതാട്ടോ. ഇടുക്കിയിലൊന്ന് പോയതാണ്, ഇന്നലെ പോയതാണ്, ഇന്ന് രാത്രി ആകുമ്പോൾ എത്തും കേട്ടോ. പിന്നെ ചിലരൊക്കെ ചോദിച്ചു എന്താണ് ഇവിടെ വെച്ചിട്ട് വീഡിയോ ചെയ്യണത്, വേറെ ഏതെങ്കിലും ഒരു സ്ഥലം മാറ്റി ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെയാണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. പിന്നെ അതുമല്ല വേറെ എവിടെയും വെളിച്ചം കിട്ടണമെന്നില്ല. പിന്നെ പുറത്തേക്കൊക്കെ ആൾക്കാരെയൊക്കെ കാണിച്ച് അങ്ങനെ ചെയ്യേണ്ടി വരും, അത് ബുദ്ധിമുട്ടാണ്. സിറ്റ് ഔട്ടിലൊക്കെ പോയിരുന്നാൽ കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഹാളിലോ റൂമിലോ എവിടെയെങ്കിലൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലാമി അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയാക്കും കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ പറയാനുള്ള വെച്ചാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരാരെങ്കിലും നമ്മുടെ വീട്ടിലെ, നമ്മുടെ കുടുംബത്തിലെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ ഒരു കല്യാണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകുമ്പോൾ മാറ്റി നിർത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമുക്കൊക്കെ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ എൻ്റെ കാര്യമായിട്ട് പറയണത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മളെ കുടുംബത്തിൽ ഇപ്പോൾ എൻ്റെ പ്രായമുള്ള ആളുകളെ കെട്ടിച്ച് വിട്ട് അവരൊക്കെ സ്വന്തം വീടും കാര്യങ്ങളും അവരൊക്കെ സെറ്റപ്പായി പോയി. എല്ലാവരും ഒരുപോലെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ ചിലർക്കൊക്കെ ചിലപ്പോൾ കഷ്ടപ്പാടുകൾ വരും, സ്വന്തം വീടാവാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് എല്ലാവരും ഒരേ ലെവലിൽ തന്നെ പോയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ, ഇപ്പോൾ എൻ്റെ കെട്ടിച്ചുവിട്ടതിന് ശേഷം നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് കല്യാണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളെ സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ടായിരിക്കും കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നമ്മളെ കുടുംബത്തിൽ ഒരുപാട് കല്യാണങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ബുധനാഴ്ച ഒരു കല്യാണം ഉണ്ട്, എൻ്റെ അമ്മാവൻ്റെ മോൻ്റെ നിക്കാഹാണ് 18-ാം തീയതി കേട്ടോ. അപ്പോൾ അതിന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ. പിന്നെ അവർ പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്ങോട്ട് വിളിക്കും, നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇങ്ങോട്ടും വിളിക്കും, അങ്ങനെ കേട്ടോ. ബാക്കിയുള്ള കുടുംബങ്ങൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ നമ്മളെ കുടുംബത്തിലുള്ള ഒരുപാട് ആളുകൾ 1, 2, 3 കല്യാണങ്ങളല്ല കേട്ടോ, പല കല്യാണങ്ങളും നമ്മൾ അവോയ്ഡ് ചെയ്തൊരു കല്യാണങ്ങളുണ്ട്. പക്ഷേ നമുക്കത് വിഷയമല്ല, നമ്മൾ വിളിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്കത് വല്ലാതെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കത് വിഷമമാണല്ലോ. കാരണം അങ്ങനെ ഒരുമിച്ച് പഠിച്ച് കളിച്ച് വളർന്ന കൂട്ടത്തിൽ ഒരാളെ കല്യാണം നടക്കുമ്പോൾ നമ്മളെ വിളിച്ചില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരും. പിന്നെ തോന്നും നമുക്ക് വീടുമില്ല, നമുക്ക് സാമ്പത്തികമില്ല, അതുകൊണ്ടായിരിക്കാം. അല്ലാതെ ഇപ്പോൾ അവരെക്കാട്ടിലും ഒന്നും കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയില്ല. നമുക്ക് സാമ്പത്തികം മാത്രമാണ് കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുള്ളൂ, ബാക്കിയുള്ളതെല്ലാം അവരെ പോലെ തന്നെ വേണം. അല്ലാതെ നമ്മൾ എന്താ പറയുക, കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്ത അത്രയും വൃത്തികെട്ട രൂപത്തിൽ, അല്ലെങ്കിൽ പ്രാന്ത് ഇളകി മറ്റേ മുടി അയച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, വിരൂപിയായിട്ട് നടക്കണേ, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് പ്രാന്താണ്, അപ്പോൾ അതിനങ്ങോട്ട് വിളിക്കേണ്ട പരിപാടിക്ക് അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. അതുപോലെ നല്ല അവരെയൊക്കെ പോലെ തന്നെയാണ് നമ്മളും. പക്ഷേ എന്തുകൊണ്ടോ അവരൊക്കെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്, സാമ്പത്തിക പ്രശ്നം കൊണ്ടായിരിക്കും. പക്ഷെ അള്ളാഹുലെ വലുത്, എല്ലാവർക്കും എന്താ പറയുക, എല്ലാവർക്കും ഉണ്ടാവും, നല്ല സമയം വരും അല്ലേ. പക്ഷെ ഞങ്ങൾക്ക് തന്നെ എന്താ പറയുക, ആരുടെ ദേഷ്യമോ കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ഇനി അവർ വിളിച്ചാലും പോകില്ല എന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ. ഇതുവരെ വിളിച്ചിട്ടില്ല, സ്വന്തം മക്കളെ കാര്യങ്ങൾക്കൊന്നും വിളിച്ചിട്ടില്ല. ഇനിയിപ്പോൾ പേരമക്കളെ കാര്യങ്ങൾ, പേരമക്കൾക്ക് നമ്മളൊന്നും അറിയാൻ പോലും ഇല്ല. അങ്ങനെയൊക്കെ നമ്മളെ കണ്ടാൽ തന്നെ ഇതാരാ, എന്താ ഏതാ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരാട്ടോ കൂടുതലും. ഇവിടെ ഭയങ്കര ചൂട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോൾ എന്താ സൗണ്ട് എന്ന് ചോദിച്ചിരുന്നു ഓരോരുത്തർ കമൻറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഫാൻ ഇട്ടിട്ടാണ് ഇവിടെ ഇരുന്നത്. പക്ഷെ ഇപ്പോൾ ഇന്ന് ഞാൻ ആ സൗണ്ട് വരണ്ട വിചാരിച്ചിട്ട് ഫാനൊക്കെ ഓഫാക്കിയിട്ടാണ് ഇരുന്നത് കേട്ടോ. അതുകൊണ്ട് നല്ല ചൂടാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ലാമിനെ പേടിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അവൾ അവിടെ വന്നു കഴിഞ്ഞാൽ എത്ര സൗണ്ട് ഉണ്ടാക്കണ്ടെന്ന്, കുട്ടിയല്ലേ അവൾ, എന്തെങ്കിലും ഒരു സൗണ്ട് അവൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എനിക്കൊരു വിഷമം വന്നപ്പോൾ ഞാൻ പറഞ്ഞതാട്ടോ. പിന്നെ എന്താ പറയുക, ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചേ. അല്ല, ഇവർ കല്യാണത്തിന് ക്ഷണിച്ചപ്പോഴേ നമുക്കതൊരു മാനസികമായിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് സന്തോഷമായി. കാരണം സാമ്പത്തികം ഇല്ല എന്ന് വിചാരിച്ചിട്ട് എൻ്റെ കുടുംബങ്ങളെന്നും എൻ്റെ മക്കൾക്ക് അധികം അറിയില്ല. അത് നമ്മളൊക്കെ നിറഞ്ഞ കുടുംബത്തിൽ ജീവിച്ച ഒരാളാണ്. അപ്പോൾ പിന്നെ കുട്ടികൾക്കൊന്നും സംഭവം അടുത്ത കുടുംബത്തിനെ തന്നെ അറിയില്ല. അപ്പോൾ അവർക്ക് ആകെ അറിയുന്ന ഒരു അമ്മാവനുള്ളൂ കേട്ടോ. കൊണ്ടോട്ടിയുള്ള അമ്മാവനെ ഞാൻ കാണിക്കണ്ട ഇൻഷാ അല്ലാഹ്, വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കാണിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെറിയ ഒരു വിഷമമായി പോയി. അപ്പോൾ അങ്ങനെ, അപ്പോൾ എന്താ പറയുക, മക്കൾക്കും എൻ്റെ കുടുംബത്തിലൊന്ന് വന്നിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുടുംബത്തിൽ അങ്ങനെ വന്ന് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട് കേട്ടോ. പക്ഷേ എന്താ പറയുക, അതൊക്കെ പിന്നീട് എനിക്ക് വ്യൂസൊക്കെ വരികയാണെങ്കിലൊക്കെ ഞാൻ പറയാനുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾക്കൊന്നും എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഉമ്മ, ജ്യേഷ്ഠിമാർ, ആങ്ങള, ഇത്രയും ബന്ധങ്ങളെ അറിയുള്ളൂ. അത് അവർ ഭയങ്കര സ്നേഹമാണ്. ഞങ്ങൾ എൻ്റെ അമ്മയും എൻ്റെ ഇടത്തി അനുജത്തിമാർ, ആങ്ങള ഒക്കെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അല്ലാതെ എൻ്റെ ഫാമിലിയായിട്ട് ഒരു ടച്ചില്ല. എന്താ സംഭവം എന്നറിയില്ല. എനിക്ക് തോന്നിയത് അതാണ്, സാമ്പത്തികമായിട്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മളെ വിളിക്കാത്തത് അല്ലെങ്കിൽ ക്ഷണിക്കാത്തത് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ആരെയും വെറുപ്പിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും ഞാൻ പോയിട്ടില്ല. പക്ഷെ നമ്മളൊരു അവോയ്ഡ് ചെയ്യാനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അത് വല്ലാത്തൊരു വേദനയാണ് കേട്ടോ. അപ്പോൾ
അങ്ങനെ. അപ്പം എൻ്റെ മക്കൾക്ക് തന്നെ എൻ്റെ കുടുംബങ്ങൾ ധാരാന്നാണ് ചോദിക്കുക. തൊട്ടടുത്ത കുടുംബമായിരിക്കും. അപ്പോൾ പക്ഷേ ഒരു ചോദിക്കും ധാരാ ഇതൊക്കെ ഇവിടുന്ന് വന്നു ഇപ്പോൾ എന്നൊക്കെ ചോദിക്കും കുട്ടികൾ. കാരണം കുട്ടികളൊക്കെ മുതിർന്നല്ലോ. അതുകൊണ്ട് ചെറുപ്പത്തിലൊന്നും അവർക്ക് അറിയില്ല. അവർക്ക് അറിയണത് എൻ്റെ ഫാമിലി, അതായത് ഉമ്മ, എൻ്റെ കൂടപ്പിറപ്പുകൾ മാത്രമേ അവർക്ക് അറിയുള്ളൂ. അപ്പോൾ ഒരമ്മോന് മാത്രമുണ്ട്. അമ്മായിയും അവരെ മക്കളും വിളിക്കും, സംസാരിക്കും, ഇടക്ക് വരും, പോവുകയൊക്കെ ചെയ്യും കേട്ടോ. നമ്മൾ അങ്ങോട്ടും ക്ഷണിക്കൂട്ടോ. നമുക്കൊരു വില തരും. ഒരു പൈസയും സാമ്പത്തികവും അങ്ങനെയൊന്നും ചിന്തിക്കണില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കൊരു വില തരും. അതുകൊണ്ട് നമുക്കൊരു സന്തോഷമാണ്. അങ്ങനെ അപ്പോൾ അവർ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 18-ാം തീയതി നിക്കാഹിന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. കോഴിക്കോട് പേരാമ്പ്ര ആ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ അന്ന് ഞങ്ങൾ പോകുമ്പോൾ കുറേ വീഡിയോസൊക്കെ എടുത്തിടാം. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അവരൊക്കെ ഇടയിൽ എനിക്കൊരു സ്വന്തമായിട്ടൊരു വീടൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താലുള്ളൂ നമുക്ക് എനിക്കും എൻ്റെ കുട്ടികൾക്കൊരു എനിക്കെന്തോ ഈ പ്രാവശ്യം വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു ഫീലിങ്സൊക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരെയും മുന്നിൽ പിടിച്ച് നിൽക്കണം. സ്വന്തമായിട്ടൊരു വീടുണ്ട് അവൾക്കും. ഇപ്പോൾ റബിനാക്കും സ്വന്തമായിട്ട് വീടായി എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലൊരാൾ സാമ്പത്തികമായിട്ടുള്ള കുറവുള്ള ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൗന്ദര്യം കുറവുള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിക്കുറവുണ്ടെങ്കിൽ അവരൊരിക്കലും മാറ്റി നിർത്തരുത് കേട്ടോ. കാരണം അതൊക്കെ പടച്ചവും കൊടുക്കണതാണ്. സാമ്പത്തികമാണ്. ഇപ്പോൾ ഈ സാമ്പത്തികം ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് അൽഹംദുലില്ലാ എനിക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ട്, പൈസ ഉണ്ട്. എൻ്റെ മക്കളെയൊക്കെ കല്യാണം കഴിച്ചു. എല്ലാ മരുമക്കളും നല്ല സ്വഭാവമാണ്. എല്ലാം കൊണ്ടും അൽഹംദുലില്ലാ എന്ന് വിചാരിച്ച് തൊട്ടടുത്തുള്ള അയൽവക്കാരെ അല്ലെങ്കിൽ കുടുംബങ്ങളെ ആരെങ്കിലുമൊക്കെ അവോയ്ഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ ആൾ ഒന്നും ഉറപ്പിച്ചോ. ആ പണം പോകാത്ര പണിയൊന്നും വേണ്ട. എന്തെങ്കിലും ഒരു അസുഖം പടച്ചോണ്ട് തന്നാൽ മതി. നമുക്ക് ഈ പണമോ സ്വത്തോ കാര്യങ്ങളോ ഒന്നും പടച്ച റബ്ബ് നമുക്ക് അങ്ങോട്ട് കൊണ്ടു ചെല്ലാൻ പറഞ്ഞിട്ടില്ല. അത് നമുക്ക് എല്ലാവർക്കും പണമുള്ളവനും കറുത്തവനും വെളുത്തവനും ജാതി മതം ഒക്കെ കണക്കാ. ആ 6 അടി മണ്ണേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സ്വത്തും പണമൊന്നും ഞാൻ ഇന്നാളൊരു വീഡിയോ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്വത്തും പണം ഉണ്ടാക്കി മറ്റേ എന്താ പറയുക ഹൈ ലെവലിൽ ജീവിക്കണം എന്ന് ഒരിക്കലും ആഗ്രഹമില്ല. കാരണം എത്ര വെച്ചിട്ടാണ് എത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എന്നെ സ്കൂളിൽ ചേർത്തിയതാണ് ഓർമ്മ. പക്ഷേ ഇപ്പോൾ 10-38 വയസ്സായി. അപ്പോൾ അത്രേ ഉള്ളൂ. എത്ര പെട്ടെന്നാണ് കാലങ്ങൾ കഴിഞ്ഞ് പോകണം. ഇനിയിപ്പോൾ എന്തായാലും ജീവിച്ച അത്രയൊന്നും ജീവിക്കും തോന്നണില്ല. പണ്ടത്തെ പോലെ 100 വയസ്സ് വരെയൊന്നും ഇപ്പോൾ ആളുകൾ ജീവിക്കണില്ല അല്ലേ. ഓരോ പ്രശ്നങ്ങളാണല്ലോ ആളുകൾക്ക്. അപ്പോൾ എല്ലാവരോടും ഉള്ളൊരു അപേക്ഷയാണ്, ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ പണമില്ലാത്തവരുണ്ടെങ്കിൽ അവരൊരിക്കലും അവോയ്ഡ് ചെയ്യരുത് കേട്ടോ. അവർക്ക് സാമ്പത്തികമല്ല, വീടില്ല, അല്ലെങ്കിൽ അവർ വരുമ്പോൾ നല്ല വസ്ത്രവും നല്ല ആഭരണങ്ങളൊന്നും കെട്ടിയിട്ടാവില്ല വരിക. അപ്പം നമ്മളെ കൾച്ചറിനത് നമ്മുടെ വീട്ടിലെ എന്താ ഒരുപാട് പൈസ ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ അവരെ മുന്നിൽ ഇതൊരു നാണക്കേടാവും. ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ. എല്ലാവരും അല്ലാഹു പഠിച്ച മക്കളാണ്. അപ്പം ഞാൻ പറയാം, നമുക്ക് പണം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവരെ മറക്കാനോ അവരെ വെറുക്കാനോ അവരെ അവോയ്ഡ് ചെയ്യാനോ ഒറ്റപ്പെടുത്താനോ നിൽക്കരുത്. അപ്പോൾ വാടക വീട്ടുകാർ തൊട്ടടുത്ത് വാടകയ്ക്ക് താമസിക്കണ ജാതി മതമൊന്നും നോക്കരുത്. നമ്മളെ വീട്ടിലൊരു പരിപാടി ഉണ്ടെങ്കിൽ വാടക വീട്ടുകാരാണെങ്കിലും അവരെയും ക്ഷണിക്കണം. അവർക്ക് വാടക വീടായത് അവരെ കുറ്റം കൊണ്ടല്ല, അവർക്ക് ഗതികേട് കൊണ്ട് അവർ വാടകയ്ക്ക് താമസിക്കുന്നവരായിരിക്കും. പിന്നെ അതേപോലെ തന്നെ കുടുംബത്തിൽ ആരെങ്കിലും പാവപ്പെട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തി അവോയ്ഡ് ചെയ്യുക ചെയ്യരുത്. കാരണം നമുക്കൊപ്പം അവരെ ഒരുമിച്ച് ഭക്ഷണം കൊടുക്കുകയും കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് സാമ്പത്തികമായിട്ട് ഇല്ലാത്തതുകൊണ്ട് അവരെ മുന്നിൽ നിർത്താൻ പറ്റാത്തതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതുകൊണ്ടായിരിക്കും അവർക്ക് താല്പര്യമില്ലാത്തത്, വിളിക്കാത്തത് എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടുകാരെ ഇപ്പോൾ വേറൊരാളെങ്കിൽ നമുക്ക് നമ്മുടെ ഭർത്താവിനോട് കുറ്റമെങ്കിലും പറഞ്ഞു കൊടുക്കാം. സ്വന്തം പെരക്കാരെ കുറ്റം എങ്ങനെയും നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഇന്നെന്താവോ അവരെ കല്യാണത്തിന് വിളിച്ചില്ല, അല്ലെങ്കിൽ അവരെന്തേന്ന് അറിയില്ല, അങ്ങനെയൊക്കെ പറയാൻ നമുക്കൊരു മാനസികമായിട്ട് വിഷമം ഉണ്ടാവുമല്ലോ. അവർ ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി പറയാനുണ്ടാവില്ല. അങ്ങനെയുണ്ട്. അപ്പോൾ കാണുന്നവരാരെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. വിളിക്കണം കേട്ടോ. അവരെ കൂടുതൽ ക്ഷണിക്കണം. അവരെ എല്ലാവരും വരണം കേട്ടോ. മക്കളും ഒക്കെ പറഞ്ഞ് ക്ഷണിക്കണം അവരെ. കാരണം അവർക്ക് അതൊക്കെ ഒരു സന്തോഷങ്ങളുള്ളൂ. ഇപ്പം നമുക്കിപ്പോൾ പണ്ടത്തെ പോലെ പണ്ടൊരു കല്യാണത്തിന് പോയിട്ട് വേണമായിരുന്നു ഭക്ഷണം കഴിക്കാം. ഇന്ന് അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് ഒരു കല്യാണത്തിന് പങ്കെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് കുടുംബങ്ങൾ തന്നെ, നമ്മളെ ബാക്കിയുള്ളതായിട്ട് തന്നെ. അപ്പോൾ അത് ഒരു പക്ഷേ അവരും കേൾക്കുന്നുണ്ടാവാം. അവർക്കൊരിക്കലും നിഷേധിക്കാനും കഴിയില്ല. സത്യം തന്നെയല്ലേ നമ്മൾ പറഞ്ഞതെന്നേ അവർ ചിന്തിക്കുള്ളൂ. കാരണം വെച്ചാൽ എന്നെ അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരുപാട് കല്യാണങ്ങളുണ്ട്. നമ്മളെ കൂടെ പഠിച്ച് ഒരുമിച്ച് ഒരു ബെഡിൽ കിടന്നുറങ്ങിയ അനിയത്തിമാരുടെയൊക്കെ കല്യാണം എന്നെ ഒരുപാട് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് എൻ്റെ കുടുംബങ്ങൾ ആരൊക്കെയാണ് ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഇപ്പോഴാണ് പിന്നെയും കുറച്ചൊക്കെ മുതിർന്നപ്പോഴാണ് അവർക്കിങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കും, ഇന്നാൾ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഇതാകുള്ളൂ. പക്ഷെ ബന്ധമല്ല, അടുപ്പല്ല. നമുക്കൊക്കെ പണ്ട് ഇളാപ്പ മൂത്താപ്പ അല്ലെങ്കിൽ അമ്മായിയാൾ അങ്ങനെയൊക്കെ മക്കളൊക്കെ തമ്മിൽ നല്ല പരിചയവും ബന്ധമായിരുന്നു, ഒരുമിച്ച് കളിച്ച്. പക്ഷെ ഇവർക്കൊന്നും അങ്ങനെ ഒരു പരിപാടിയല്ല, അറിയേയില്ല. ഇപ്പോഴത്തെ മക്കളൊക്കെ അങ്ങനെ തന്നെയാണ്, പൊതുവെ അങ്ങനെ തന്നെയാണ്. എന്നാലും അപ്പോൾ ഇൻഷാ അല്ലാ 18-ാം തീയതി ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. എൻ്റെ അമ്മാവനെയും അമ്മായിനെയും അവർക്ക് 4 മക്കളാണ്, ഒരു പെണ്ണും 3 ആണും. അപ്പോൾ മൂത്ത ആളുടെ നിക്കാഹാണ്. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ 18-ാം തീയതി പോകും. അപ്പോൾ വീഡിയോസൊക്കെ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ ആ സന്തോഷം ഒന്ന് പങ്കുവെക്കുകയും ചെയ്യാം. പിന്നെ എന്താണ് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ അവോയ്ഡ് ചെയ്തിരുന്നത്, മറ്റുള്ള കല്യാണത്തിനൊന്നും എന്നെ ആരും ക്ഷണിച്ചിട്ടില്ലല്ലോ,
അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടാകുമോ സത്യത്തിൽ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഇപ്പോൾ യൂട്യൂബിലാണല്ലോ ഞാനെല്ലാം പറയണത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കുടുംബത്തിൽ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വിളിക്കാതെ ക്ഷണിക്കാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ക്ഷണിക്കാത്ത സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? വാടക വീട്ടിൽ താമസിക്കുമ്പോൾ അപ്പോൾ ഒരാൾ പറഞ്ഞു ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അവർക്ക് എന്താണ് അറിയില്ല, അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ വാടക വീട്ടിലായതുകൊണ്ടല്ല, ഇനി കുടുംബത്തിൽ സാമ്പത്തികം കുറവായിട്ടാണെങ്കിലും ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരാം. അസ്സലാമു അലൈക്കും.